ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 48 നളകൂപരമണിഗ്രീവന്മാരുടെ ശാപമോക്ഷം. ശ്ലോകം 9. തതസ്തരുദ്ധാരണദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനീ മുഖേ ക്ഷീണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. തത സ്തരുദ്ധാരണ ദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിത ത്വത് ജനനി മുഖേക്ഷീണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. ലാസ്റ്റിൽ വിസർഗം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തത അനന്തരം തരുദ്ധാരണ ദാരുണാരവ പ്രകമ്പി സമ്പാദിനി. ഒന്നിച്ചിട്ട് നോക്കാം അതിൻ്റെ അർത്ഥം. വൃക്ഷങ്ങളുടെ ഭേദത്താൽ ഉയരുന്ന ഭയങ്കര ശബ്ദം കൊണ്ട് ഭയന്ന് വിറച്ച് ഓടിയെത്തിക്കൊണ്ടിരിക്കുമ്പോൾ. ഗോപമണ്ഡലേ ഗോപന്മാരുടെ കൂട്ടം. വിലജ്ജിതത്വജ്ജനനീ മുഖേക്ഷിണ അങ്ങയുടെ അമ്മയുടെ ലജ്ജിച്ച മുഖത്ത് സാഗൂതം നോക്കുന്ന. വ്യമോക്ഷി മോചിപ്പിക്കപ്പെട്ടു. നന്ദേന നന്ദഗോപരാൽ. ഭവാൻ അങ്ങ്. വിമോക്ഷത മോക്ഷം നൽകുന്ന. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തതസ്തരുദ്ധാരണ ദ ഒന്ന് മെല്ലെ ഊന്നി പറയണം. 2 ദ എന്ന് ചേർന്നതാണ്. മദ്ദളം എന്നൊക്കെ പറയുന്ന പോലെ ദ അങ്ങനെയൊന്ന് മെല്ലെ ഊന്നി പറഞ്ഞാൽ മതി. ദാരുണ എന്നുള്ളതിൻ്റെ ദ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ. ണ്ട് എന്നുള്ളത് ഒട്ടും മൂന്നണ്ട. ണ ഡ എന്നാണ്. മണ്ഡലേ. വിലജ്ജിത വിലജ്ജിത ജി അതും അതേപോലെ ഒന്ന് മെല്ലെ ഊന്നി പറയണം. 2 ജ എന്ന് ചേർന്നതാണ്. ത്വത് ജനനി അത് ചേർത്തെഴുതുമ്പോൾ 2 ജ എന്ന് വരും. ത്വജ്ജനനി ത്വത് ജനനി അതാണ് ത്വജ്ജനനി. ഇവിടെ 2 ജ എന്ന് ചേർത്തെഴുതിയതാണ്. മുഖേക്ഷിണ മുഖേ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വ്യമോക്ഷി വ്യമോക്ഷി ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നന്ദേന ഭവാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിമോക്ഷത ലാസ്റ്റിൽ വിസർഗം. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. വിമോക്ഷത ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തതസ്തരുദ്ധാരണ ദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനീ മുഖേക്ഷിണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. അടുത്തത് 10ാമത്തെ ശ്ലോകം. മഹീരുഹോർമധ്യഗതോ ബദാർഭകോ ഹരേ പ്രഭാവാദ പരീക്ഷതോധുന ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗതാത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. മഹീരുഹോർ മധ്യഗതോ ബദാർഭകോ ഹരേ അവിടെ വിസർഗം. പ്രഭാവാത് അപരീക്ഷതോധുന ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗതാത്. നമുക്കതിലെ വാക്കുകളുടെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മഹീരുഹോർ മധ്യഗതോ മധ്യ എന്നുള്ളതിൻ്റെ ധ്യാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബദാർഭകോ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അർഭകോ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹരേ അവിടെ വിസർഗം. പ്രഭാവാത് അപരീക്ഷത അധുന ചേർത്തിട്ടാണ്. പ്രഭാവാത് അപരീക്ഷതോധുന
പ്രഭാവാത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അപരീക്ഷത എന്നുള്ളതിൻ്റെ ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ തോന്ന് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഒരു അവഗ്രഹ ചിഹ്നമുണ്ട്. അപ്പം നമ്മൾ അധുന എന്നാണത്. ആന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രഭാവാത പരീക്ഷതോന്ന് നീട്ടിയിട്ട് ധുന എന്ന് പറഞ്ഞാൽ മതി. ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇതി ബ്രുവാണൈർ ബ്രു മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഗമിതോ ഗൃഹം ഭവാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മരുത്പുരാധീശ്വര ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പാഹിമാം ഗദാത് അങ്ങനെ നിർത്താം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മഹീരുഹോ 2 വൃക്ഷങ്ങളുടെ മധ്യഗത നടുവിൽ പെട്ടുപോയ അർഭക കുട്ടി. ബദ ഇതി ആശ്ചര്യം എന്ന്. ഹരേ വിഷ്ണുവിൻ്റെ. പ്രഭാവാത് മഹത്വം കൊണ്ട്. അപരീക്ഷത കേടുകൂടാതെ രക്ഷിക്കപ്പെട്ടു. ബ്രുവാണൈ പറയുന്നവരായ ഗോപന്മാരാൽ. ഗമിത പ്രാപിക്കപ്പെട്ടു. ഭവാൻ അങ്ങ്. ഗൃഹം ഗൃഹത്തെ. മരുത്പുരാധീശ്വര ഗുരുവായൂരപ്പ. മാം എന്നെ. ഗദാത് രോഗത്തിൽ നിന്നും. പാഹി രക്ഷിച്ചാലും. മഹീരുഹോർമധ്യഗതോ ബദാർഭകോ ഹരേ പ്രഭാവാത പരീക്ഷതോധുന ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗദാത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.